വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ എളുപ്പത്തിലുണ്ടാക്കാവുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാനൊരു 3 മുട്ട എടുത്തിട്ടുണ്ട്, 2 പഴുത്ത ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത ഏത്തപ്പഴം നമുക്കിതിന് എടുക്കാവുന്നതാണ്. ഇനി വേണ്ടത് നമുക്കൊരു 1/2 കപ്പ് അളവിൽ തേങ്ങ വേണം. തേങ്ങ ഒന്ന് ചിരകിയെടുക്കുക. നമ്മുടെ തേങ്ങ എത്രയും ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. പഴം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ വേണം നമ്മൾ പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതും കട്ടി കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്യേണ്ട. ഈ ഒരു കട്ടിയിൽ വേണം നമ്മൾ അത് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതൊന്ന് നിരത്തി എടുത്ത് വെച്ചിട്ട് നമ്മൾ 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒന്ന് കരിഞ്ഞു പോകരുത്. പെട്ടെന്ന് തന്നെ നമുക്കിത് നമ്മൾ പഴം വഴറ്റിയെടുക്കത്തില്ലേ നെയ്യിൽ എന്ന് പറഞ്ഞതുപോലെ 2 സൈഡും അതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണം. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അതും നമുക്ക് ഒത്തിരി സമയമൊന്നും വേണ്ട, 5 മിനിറ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ രീതിയിലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഈ ഒരു പലഹാരം നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് ഇത്. കുട്ടികൾക്കൊക്കെ മുട്ടയായാലും നല്ല പഴുത്ത കനിഞ്ഞ ഏത്തപ്പഴമൊക്കെ കഴിക്കാത്ത കുട്ടികളായാലും ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് കഴിക്കുകയൊക്കെ ചെയ്യും. ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ ആ പഴം കഴിക്കാത്തവരുണ്ട്. ഈ രീതിയിൽ നമ്മളൊരു സ്നാക്സ് പോലെ കഴിക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് കുട്ടികൾ വന്നാലും നമുക്ക് പെട്ടെന്ന് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വന്നാൽ അവർക്ക് പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാവേ. അങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ നെയ്യിൽ. ഈ തേങ്ങയിൽ തന്നെ നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഞവടി വേണം നമ്മൾ ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒത്തിരി മധുരമൊന്നും വേണ്ട. എന്നുള്ള പഴത്തിൽ നല്ല പഴുത്ത പഴമാകുമ്പോൾ അതിലും മധുരം കാണും. കുറച്ച് ഒരു 2 സ്പൂൺ അളവിൽ പഞ്ചസാര മാത്രം നമ്മളിതിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇതേപോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ചെറിയ ആ തേങ്ങ ഈ രീതിയിലൊന്ന് ചെയ്തെടുക്കണം. അന്നേരം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഞാൻ അതൊന്ന് മൂപ്പിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 3 മുട്ടയൊന്ന് ഇതേ രീതിയിലൊന്ന് കലക്കിയെടുക്കാം. നല്ല രീതിയിൽ തന്നെ അത് കലക്കിയെടുക്കണം. മുട്ടയിൽ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് തേങ്ങയിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഈ മുട്ടയിൽ ഈ നേരത്ത് നമുക്ക് 2 സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. കോൺഫ്ലവർ ഒരു 2 സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ടയില്ലാത്ത രീതിയിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. മുട്ടയിൽ ഇങ്ങനെ നമ്മളിടുമ്പോൾ പെട്ടെന്ന് അത് കട്ടയാവും, കലങ്ങാൻ ഒത്തിരി പാടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലവർ ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ കോൺഫ്ലവർ ഒന്ന് കലക്കി നമ്മൾ മുട്ടയിലോട്ട് ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കോൺഫ്ലവർ ഒന്ന് കലങ്ങി കിട്ടും. നല്ല രീതിയിൽ അത് നമുക്ക് കട്ടയില്ലാത്ത രീതിയിൽ വേണം നമ്മളത് ഇതേ രീതിയിൽ ചെയ്തെടുക്കാൻ. അങ്ങനെ ഞാനിവിടെ അത് കലക്കി എടുത്തിട്ടുണ്ട്. കട്ട എല്ലാം മാറ്റി നല്ല രീതിയിൽ കലക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലകത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന പഴം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കണം. നിരത്തി വെച്ച് കൊടുക്കണം. അങ്ങനെ ഈ രീതിയിൽ തന്നെ നമുക്ക് അത് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുത്താൽ നല്ലതായിരിക്കും.
അതും വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ എല്ലാം ഞാൻ ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. മുട്ട പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആ ഒരു തേങ്ങ ഒന്ന് ഇതേ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ എത്ര ഇടുന്ന അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അങ്ങനെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി വെച്ചിരുന്ന ആ ഒരു മുട്ടയും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഈ രീതിയിൽ തന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. അധികം ഓയിലൊന്നും ഇതിൽ വരുന്നില്ല. നമ്മളൊരു 2-3 സ്പൂൺ അളവിൽ നെയ്യ് മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. എണ്ണയൊന്നും ഇല്ലാത്ത നല്ലൊരു പലഹാരമാണ് ഇത്. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കുട്ടികൾക്കൊക്കെ നമ്മളിതുപോലെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമ്മളിത് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇത്. അങ്ങനെ നല്ല രീതിയിൽ ഫ്ലെയിം കുറച്ച് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. മുട്ടയുണ്ട് പെട്ടെന്ന് കരിഞ്ഞു, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇതേ രീതിയിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പം നമ്മൾ പഴമൊക്കെ വേവിച്ചെടുത്തത് കൊണ്ട് ഒത്തിരി ടൈം എടുക്കത്തുമില്ല, പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. 2 സൈഡ് ഇത് നമുക്ക് കുക്കായി വന്നിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് ഞാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു 4 മണി പലഹാരമാണിത്. ഇത് കുട്ടികൾക്കായാലും ഒക്കെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിൽ പഴുത്ത് കനിഞ്ഞൊക്കെ പഴം ഇരിക്കുമ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അത് എല്ലാവരും കഴിക്കുകയും ചെയ്യും. മുട്ട ഇഷ്ടമില്ലാത്തവർക്കും ഈ രീതിയിൽ മുട്ടയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കായാലും ഈ രീതിയിലൊക്കെ നമ്മൾ ചെയ്തു കൊടുത്താൽ നല്ലതായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പലഹാരമാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്.